അട്ടപ്പാടി സോളാർ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ചിറ്റൂർ എംഎൽഎ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആദിവാസികളുടെ ഉന്നമനത്തിനെന്ന പേരിൽ ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള അനർട്ട് അട്ടപ്പാടിയിൽ നടപ്പാക്കിയ 6.35 കോടിയുടെ പദ്ധതിയിൽ വൻ അഴിമതി ആരോപിച്ചാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. കൃഷ്ണൻകുട്ടി മന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട അണീക്കോട് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ഷെഫീഖ് അത്തിക്കോട് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട കെ അച്യുതൻ എംഎൽഎ ഇരിക്കുന്ന സമയത്ത് 46 കോടി രൂപ ടെൻഡർ വെച്ചു. നമ്മുടെ മൂലത്തറ ഡാം കിഴക്കൻ മേഖലയിലും അതുപോലെ പടിഞ്ഞാറ് മേഖലയിലൊക്കെ വെള്ളം എത്തുന്നത് മൂലത്തറ ഡാമിൽ നിന്നുമാണ്. അങ്ങനെ 46 കോടി രൂപ ടെൻഡർ വിട്ട് ഇറങ്ങിപ്പോയ അച്ചുവേട്ടൻ്റെ പുറകിൽ 2 തവണ ആ ഡാം പുതുക്കിപ്പണിതുകൊണ്ട് അതിൽ കോടികളുടെ അഴിമതി നടത്തിക്കൊണ്ട് അതിനെതിരെ വിജിലൻസ് പരാതിയുമായി പോയത് യൂത്ത് കോൺഗ്രസ് അല്ല. ഇവിടെ അവരോട് ചേർന്ന് നിൽക്കുന്ന DYFI ആണ് വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ അന്വേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടതിലെല്ലാം വ്യാപകമായ അഴിമതി നടത്തിക്കൊണ്ട് ഇവിടെയുള്ള കർഷകരെയും ജനങ്ങളെയും പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ വൈദ്യുതി മന്ത്രി ഇനി ഒരു ദിവസം പോലും തുടരാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല. ശക്തമായ സമരവുമായി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും നിയോജകമണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും മുന്നോട്ട് പോകും. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ധീരോടെ നേരിടാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സജ്ജമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷനായി. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നതോടെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അറസ്റ്റിൽ പ്രകോപിതരായ മറ്റു പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അറസ്റ്റിലായ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ജാമ്യത്തിൽ വിട്ടു. UTV ന്യൂസ്, പാലക്കാട്.